ഉടമകൾക്ക് ആശയക്കുഴപ്പമുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ പൊതുജനത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. മറ്റൊന്ന്, ഈ യുവാക്കളുണ്ടല്ലോ, യുവാക്കൾക്ക് മുന്നിലാണ് UDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ സർക്കാർ ആ വാഗ്ദാനങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു യുവാക്കൾക്ക്. അപ്പൊ ഇപ്പോ നിലവിൽ കേരളത്തിലെ യുവാക്കൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞങ്ങൾ ചോദിച്ചു, അവർ മറുപടിയും പറഞ്ഞു. കേൾക്കാം. ഈ വാഹന മോഡിഫിക്കേഷനിൽ ഇളവ് വരും എന്ന് നിങ്ങൾക്ക് ഈ പുതിയ തലമുറയിലെ യുവാക്കൾക്ക് തോന്നുന്നുണ്ടോ? മുമ്പ് ഇളവ് വരും എന്നൊക്കെ വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്ന രീതിയിലല്ല ഇപ്പോഴുള്ള നിലപാടുകൾ. പക്ഷേ ഇത് ഭയങ്കര ഒരു ചതിയായിപ്പോയി. പുള്ളി വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കായിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വേണ്ടവരുണ്ടാവുമല്ലോ, അവരെയും പരിഗണിക്കേണ്ടതാണല്ലോ, ജനാധിപത്യല്ലേ. ആ മുഖ്യമന്ത്രി എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇളവ് വരുന്ന പ്രതീക്ഷയില്ല യുവാക്കൾക്ക്. ഇങ്ങനെ തന്നെ അവർ പ്രോമിസ് ചെയ്ത കുറേ കാര്യങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അതിനെപ്പറ്റി അതിന് ആ ഭാഗത്ത് തന്നെ തിരിഞ്ഞോക്കാതെ, യുവാക്കളെ തന്നെ തിരിഞ്ഞോക്കാതെ, അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാതെ പൊട്ടന്മാരാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയൊരു പ്രതീക്ഷയില്ല. കാര്യം ആദ്യം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ആദ്യ ഭരണത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു ഒരുപാട് മോഡിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. ഇങ്ങനൊരു മോഡിഫിക്കേഷൻ എന്നുള്ളൊരു സാധനം അത്യാവശ്യം കേരളത്തിൽ നമ്മളെപ്പോലുള്ള യുവാക്കൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാര്യം അത് ആവശ്യമാണ്, അധികമായിട്ടല്ല. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി പോലെ സീറ്റ് കവറും സ്റ്റിയറിംഗ് വീലൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതാണ് യുവാക്കളുടെ പ്രതികരണം. ഇതിപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷവും യുവാക്കൾ ഇങ്ങനെ പലതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ചിലതൊന്നും സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ എന്തിന് ഇങ്ങനെ ഒന്നും അറിയാതെ ചില വാഗ്ദാനങ്ങൾ മുൻപ് നൽകി എന്നുള്ളതാണ് അവരുടെ ചോദ്യം.